എല്ലാവർക്കും നമസ്കാരം. ഇസ്മി മാറ്റം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ എപ്പോഴും ഇടുന്ന പോലെ തന്നെ വാർ അപ്ഡേറ്റ്സ് ആണ്. ഒരു മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ തമിഴിൽ അപ്ഡേറ്റ് ചെയ്യാം, ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, അതൊരു പക്ഷത്ത് ഇരിക്കട്ടെ. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലരൊക്കെ ഞാൻ കുറേ യൂട്യൂബ്സും പിന്നെ ന്യൂസും അങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ടു വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ ബ്ലോഗ് ചെയ്ത് അല്ലെങ്കിൽ ഒരു വീഡിയോ മേക്ക് ചെയ്തിട്ടുണ്ട്. വേൾഡ് വാർ 3 നടക്കുമോ, വേൾഡ് വാർ 3 നടന്നോ, അത് ഇന്ത്യ അതിൽ ഇൻക്ലൂഡ് ആണോ, അത് ഇന്ത്യയിൽ അത് നടന്നു, എന്തൊക്കെ നടന്നു, ഈവൻ ഞാൻ പോലും ചെയ്തിട്ടുണ്ട്. സോ ഇതുവരെ നമ്മൾക്ക് അറിഞ്ഞൊരു അപ്ഡേറ്റ് ആണ് ഞങ്ങൾ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതൊന്നും അല്ല അപ്ഡേറ്റ്. ഓൾറെഡി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അപ്ഡേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാലറി സെലൂസ്നി എന്ന് പറഞ്ഞാൽ, അതായത് വാലറി ഫെഡറോവിച്ച് സെലൂസ്നി എന്ന് പറഞ്ഞാൽ അതായത് യുക്രൈൻ്റെ അതായത് പറഞ്ഞാൽ എന്താ പറയുക, എക്സ് ജനറൽ ആയിരുന്നു, എക്സ് ചീഫ് കമാൻഡർ ആയിരുന്നു. ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ യുക്രൈൻ്റെ അംബാസിഡറായിട്ട് ഒരു കർത്തവ്യം നിർവഹിക്കുന്നുണ്ട്. ആ പുള്ളിക്കാരനാണ് പറയുന്നത്, അതായത് നമ്മൾ ആ കൺട്രിയിൽ ജീവിക്കും, ഒരു വാർ നടക്കുന്ന കൺട്രിയിൽ നമ്മൾ ജീവിക്കണില്ല, നമ്മൾക്ക് അതിനെക്കുറിച്ച് കേട്ടറിവും കണ്ടറിവും സോഷ്യൽ മീഡിയസിലൂടെ കണ്ടറിവും മാത്രം. പക്ഷെ പുള്ളിക്കാരൻ ആ വാറിൽ തന്നെ ജീവിച്ചുകൊണ്ട് ആ വാർ നടക്കുന്ന പ്ലേസ് തന്നെ ജീവിച്ച് വാർ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മെയിൻ അധികാരി പോസ്റ്റിലുള്ള ഒരു പുള്ളിക്കാരനാണ് ഇത് പറയുന്നത്. വേൾഡ് വാർ 3 എന്ന് പറയുന്നത് ഓൾറെഡി സ്റ്റാർട്ടായി 2022 ഫെബ്രുവരി 24. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ യുക്രൈനും റഷ്യക്കുമായ ഫസ്റ്റ് വാർ തുടങ്ങി. അന്ന് തന്നെ എന്ത് ചെയ്തു, നമ്മളെ വേൾഡ് വാർ 3 സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം വന്നിട്ട് വേൾഡ് വാർ 3 നടക്കൂലയോ? ഇല്ല, വേൾഡ് വാർ 3 ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇപ്പം നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേൾഡ് വാർ 3 ഇറ്റ്സ് ഓൾറെഡി സ്റ്റാർട്ടഡ്, ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. ഇനി അത് തുടങ്ങാനോ അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ ഒന്നും ഇല്ലയോ, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കിനോ ഒരു ആശ്ചര്യം കുറിക്കും യാതൊരു പ്രസക്തി ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. 1000% സത്യം. ഓക്കെ, അതൊക്കെ ഒരു പക്ഷത്ത് ഇരിക്കട്ടെ. നമ്മുടെ ഇന്ത്യയിൽ, അതായത് നമ്മുടെ കൺട്രിയിൽ, നമ്മുടെ സ്റ്റേറ്റിൽ, നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ, നമ്മുടെ തെരുവിൽ, നമ്മുടെ വീട്ടിന് ചുറ്റും വാർ വന്നിട്ടില്ല അല്ലെങ്കിൽ വാർ നടന്നിട്ടില്ല എന്ന് വെച്ചിട്ട് വേൾഡ് വാർ 3 നടന്നിട്ടില്ല, അതില്ല എന്നുള്ളതല്ല. ഓക്കെ, വേൾഡ് വാർ 3 ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. ലൈക്ക് റഷ്യ, യുക്രൈൻ, പാലസ്തീൻ, ഇസ്രയേൽ, ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഒട്ടനേകം വലിയ കൺട്രീസും. ഓക്കെ, ഉദാഹരണത്തിനാണെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം, റഷ്യയും യുക്രൈനായിട്ടുള്ള വാർ നമുക്ക് എല്ലാവർക്കും അറിയാം. വേൾഡിൽ തന്നെ ഏറ്റവും വലിയ കൺട്രിയാണ് റഷ്യ. അതായത് എന്താ പറയുക, വെൽത്തിലും ശരി, അവരുടെ അടുത്തുള്ള ഒരു വെപ്പൺസിലും ന്യൂക്ലിയറിലും അഡ്വാൻസ് ടെക്നോളജിയിലും എല്ലാത്തിലും റഷ്യ നമ്മുടെ ഇത്തിരി പോകുന്ന പീക്കിരി യുക്രൈനേക്കാളും എത്രയോ പല മടങ്ങ് വലുതാണ്. എന്നിട്ടും 2022 ഫെബ്രുവരി 24 തുടങ്ങിയ ഈ റഷ്യ യുക്രൈൻ വാർ ഇന്നൊക്കെ ഏകദേശം 2 years 8 weeks 2 years 8 months 4 weeks, അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ 2 വർഷം 8 മാസം 4-5 ആഴ്ച. ഇത്രത്തോളം പിടിച്ചു നിൽക്കണമെങ്കിൽ സാധാരണ വിഷയമല്ല. ഇത്തിരി പോകുന്ന പീക്കിരി യുക്രൈൻ ഇത്രയും വലിയ കൺട്രിയായ റഷ്യ പിടിച്ചു നിൽക്കണമെങ്കിൽ അതൊരു കൺട്രി അല്ല. ഓൾറെഡി ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി, അമേരിക്ക, പോളണ്ട്, ഇതുപോലെ അനേകം കൺട്രീസ് നമ്മുടെ യുക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ റഷ്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കൺട്രി, വേൾഡിൽ തന്നെ ഏറ്റവും വലിയ കൺട്രിയാണ് റഷ്യ. നമ്മുടെ യുക്രൈനോ ഇത്തിരി പോകുന്ന പീക്കിരി കൺട്രിയെ റഷ്യ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് ഊതി തള്ളാൻ പറ്റുന്ന ഒരു സമയത്തിനുള്ളിൽ ഈ വാർ നിർത്തി കളയാമായിരുന്നു, സ്റ്റോപ്പ് ചെയ്തിട്ട് അവരെ കൈ പിടിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. അവരുടെ യുക്രൈൻ എന്ന് പറഞ്ഞ സ്ഥലത്തെ നമ്മുടെ റഷ്യ കൈപ്പറ്റാമായിരുന്നു. എന്തുകൊണ്ട് പറ്റുന്നില്ല? അതായത് 2022 ഫെബ്രുവരി 24 മുതൽ ഇപ്പം വരെ എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ 2 years 8 months 4 weeks സംതിങ് ആയിട്ടുണ്ട്. അതായത് 2 വർഷം 8 മാസം 4 ആഴ്ചകൾ. ഇത്രയും വലിയ കൺട്രീനെ ഇത്തിരി പോകുന്ന പീക്കിരി കൺട്രി എങ്ങനെ ഓവർകം ചെയ്തു, അതും ഫൈറ്റിലൂടെ. അത് വെച്ചിട്ട് വേറെ ഒന്നല്ല ഗൈസ്, ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ, അതായത് യുക്രൈനെ സപ്പോർട്ട് ചെയ്യാൻ യുക്രൈൻ ഒരു കൺട്രി മാത്രമല്ല, അതായത് ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, കാനഡ, ഇതുപോലെ ഒട്ടനവധി കൺട്രീസ് എന്താ പറയുകയാണെങ്കിൽ നമ്മുടെ യുക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കിൽ ഡോളേഴ്സ് കൊടുത്തിട്ടും എക്യുപ്മെന്റ്സ്, പിന്നെ ടെക്നോളജീസ്, പിന്നെ എന്താ പറയുക ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്തിട്ട് ഭയങ്കരമായിട്ട് സോൾജേഴ്സ് ഒക്കെ കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ റഷ്യ എന്തൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഈ സമയത്ത് റഷ്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു, പുള്ളിക്കാരൻ നീ ഇത്രയൊക്കെ സപ്പോർട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ എനിക്ക് പൈസയുടെ കാര്യം ആവശ്യമൊന്നുമില്ല, എനിക്ക് പൈസ ഓൾറെഡി ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ എന്ത് ചെയ്യും, അടുത്തുള്ള നോർത്ത് കൊറിയയിൽ നിന്നും, സിറിയയിൽ നിന്നും, അതേപോലെ തന്നെ എന്താ പറയുക ഇറാനിൽ നിന്നൊക്കെ സോൾജേഴ്സിനും പിന്നെ അവരുടെ വലിയ എക്യുപ്മെൻറ്റ്സ് ഒക്കെ നല്ല പൈസ കൊടുത്ത് എൻ്റെ റഷ്യ ആർമിക്ക് ഞാൻ വാങ്ങിയിട്ട് നിങ്ങൾക്കെതിരെ പോര് നടത്തിയിട്ട് നല്ല അധികം, അതായത് പറയാം പഴയ ഫോഴ്സിനേക്കാൾ നല്ല ഒട്ടനവധി അധികം ഫോഴ്സോടെ ഇപ്പൊ റഷ്യ യുക്രൈനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ്, ഈ വാറൊക്കെ ഒരു സൈഡ് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കണം. ഒരു സെക്കൻഡ് നന്നായിട്ട് എന്ന് പറഞ്ഞാൽ സങ്കടമുള്ള കാര്യമാണ്. നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഒന്നും വിചാരിക്കില്ല. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റഷ്യയുടെ പ്രസിഡന്റ് പുടിനും പിന്നെ യുക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കി അവരുടെ കാര്യമാണ് പറഞ്ഞത്. അവർക്ക് അവരുടെ കൺട്രീസ് ജയിക്കാൻ വേണ്ടിയില്ല, അവർ നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട് അവരുടെ കൺട്രീസ്, മറ്റുള്ളവർക്കല്ല, അവിടെയുള്ള ഹ്യൂമൻസും പീപ്പിൾസിനൊന്നും അത് വളരെ നഷ്ടമുള്ള കാര്യമാണ്. ഓക്കെ, അതൊരു പക്ഷത്തിരിക്കട്ടെ. ഓക്കെ, അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ 2025 ഇയറിൽ ജാനുവരി 20 നമ്മുടെ ട്രംപ് പ്രസിഡന്റായിട്ട് പദവിയിൽ വരും. അതായത് തന്നെ 2024 ഒരു ഇലക്ഷൻ വെച്ചിരുന്നു, അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷൻ, കമല ഹാരിസിനും ഡൊണാൾഡ് ട്രംപിനും. അതിൽ ഭൂരിപക്ഷത്തോടെ കമല ഹാരിസിനെ തോൽപ്പിച്ച് ഡൊണാൾഡ് ട്രംപ് ജയിച്ചു.
കറന്റിൽ അവിടുത്തെ റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോ ബൈഡൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ എല്ലാ പൈസയും കൊണ്ടുപോയിട്ട് എന്താ ഈ നാറ്റോ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷനും അതേപോലെ തന്നെ ഈ യുക്രൈനും ഡോളേഴ്സ്, ബില്യൺസ് ഓഫ് ഡോളേഴ്സ്, പിന്നെ എന്ന് പറഞ്ഞാൽ മിസൈൽസ് എന്ന് വെച്ചാൽ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് മിസൈൽസ്, ആ ഒരു മിസൈൽ തന്നെ, അതായത് ന്യൂക്ലിയർ വെപ്പൺ, അതൊക്കെ യുക്രൈന് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ മക്കള് ഞങ്ങളെ കഷ്ടപ്പെട്ട് കെട്ടുന്ന കാശ് എന്തിനാണ് യൂറോപ്പ് കൺട്രിയിൽ നടക്കുന്ന ഫൈറ്റിൽ ഒരു ചെറിയ ഒരു കൺട്രി യുക്രൈന് നിങ്ങൾ കൊടുക്കുന്നത്? അത് കൊടുക്കാൻ പാടില്ല എന്ന് വെച്ചിട്ടാണ് നമ്മളെ ട്രംപിനെ അവർ എഗൈൻ പ്രസിഡന്റ് ആക്കുന്നത്. നിങ്ങൾ ചോദിക്കാം, ഓക്കെ, യുക്രൈനും റഷ്യക്കും യൂറോപ്യൻ കൺട്രീസിലുള്ളവർക്ക് വാർ നടക്കുന്നത്, ഇതിൽ അമേരിക്കയിൽ ആര് പ്രസിഡന്റ് ആയാലും എന്താ അതെന്താ ഇപ്പോൾ കൊണ്ടുവന്ന് പറയണമെന്ന്. ഓക്കെ, അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഈ വാർ എന്ന് പറഞ്ഞാൽ ഈ വേൾഡ് വാർ 3 എന്ന് പറഞ്ഞാൽ വാർ നടക്കണം ഓരോരു കൺട്രിക്കും അറിഞ്ഞോ അറിയാതെയും ഓരോരു കൺട്രിയും ഇന്റർ കണക്റ്റഡ് ആണ്. അതായത് ഈ വാറിനുള്ളിൽ അകത്ത് കണക്റ്റഡ് ആണ്, ഡയറക്റ്റ് അല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട്. സോ അതെന്താണ് ഞാൻ തെളിച്ച് പറഞ്ഞുതരാം. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ട്രംപ് ആദ്യം ഈ 2025 ജാനുവരി 20th പുള്ളിക്കാരൻ പ്രസിഡന്റ് ആയാൽ ഫസ്റ്റ് ഇടുന്ന ഒരു ഓർഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം യുക്രൈന് നമ്മുടെ സൈഡിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് പോകുന്ന എല്ലാ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് മിസൈൽസ് എല്ലാം സ്റ്റോപ്പ് ചെയ്യും. അവരുമായിട്ടുള്ള കോൺട്രാക്ട് എല്ലാം സപ്പോർട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് എല്ലാം ക്ലോസ് ചെയ്യും. എന്നിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞ ഈ നാറ്റോ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ വലിയ ഹെഡ്, അതായത് എല്ലാ കൺട്രീസിനും വലിയ ഹെഡൊക്കെ ചേർന്നിട്ട് ഈ വാർ നടക്കുന്ന ഓരോരോ കൺട്രീസിന് ബാക്കിലിരുന്ന് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഇരുന്ന ഈ നാറ്റോ എന്ന് പറഞ്ഞ ഓർഗനൈസേഷന് മറ്റെല്ലാ നാടുകളെക്കാളും അമേരിക്കയിൽ നിന്ന് അധികം ബില്യൺസ് ഓഫ് ഡോളേഴ്സ്, എക്യുപ്മെന്റ്സ്, മെഷീൻസ്, അതേപോലെ തന്നെ ടെക്നോളജീസ്, ഇൻഫർമേഷൻസ് എല്ലാ വിധത്തിലും അധികം കൊടുക്കുന്നത് നമ്മൾ അമേരിക്ക. അതിൽ നിന്ന് പുള്ളിക്കാരൻ ആദ്യം പുറത്തു വരും. ഓക്കെ, ഈ രണ്ട് വലിയൊരു അടി അവർക്ക് യുക്രൈന് തോൽവിക്ക് തന്നെ തള്ളിക്കൊണ്ടു പോകും. ഓക്കെ, അത് നിൽക്കട്ടെ. റഷ്യക്ക് അതൊരു വിജയത്തിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും വലിയ സാഹചര്യം ഏർപ്പെടുത്തി കൊടുക്കും. സോ ഗൈസ്, അതേപോലെ തന്നെ എന്തൊക്കെ 2025 ഡൊണാൾഡ് ട്രംപ് പദവിയിൽ വന്നിട്ട് ആദ്യം ഈ നാറ്റോ എന്ന് പറഞ്ഞ ഓർഗനൈസേഷനിൽ നിന്ന് അഗ്രിമെന്റ് ക്യാൻസൽ ചെയ്ത് ആ ഓർഗനൈസേഷനിൽ നിന്ന് പുറത്തു വന്നാലും ലൈക്ക് ഇപ്പം നമ്മുടെ ജോ ബൈഡൻ നമ്മുടെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന മിസൈൽസ്, ബില്യൺസ് ഓഫ് ഡോളേഴ്സ്, ടെക്നോളജീസ്, സോൾജേഴ്സ് ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് അതൊക്കെ ഇനി കൊടുക്കാതെ നിർത്തിയാൽ പോലും ഒരുപക്ഷെ റഷ്യക്ക് ജയിക്കാൻ ഒരു 10 പടി മുന്നിലായിരിക്കാം, നമ്മുടെ യുക്രൈൻ ജയിക്കാൻ ഒരു 20 പടി പിന്നിലായിരിക്കാം. ഓക്കെ, ജയിക്കുന്ന വെച്ചു റഷ്യ. എന്നിരുന്നാൽ പോലും ജയിക്കാൻ നമ്മുടെ യുക്രൈൻ സപ്പോർട്ട് ചെയ്യുന്ന അതർ യൂറോപ്യൻ കൺട്രീസ് ഉണ്ടല്ലോ, ലൈക്ക് കാനഡ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, പോളണ്ട്, ഇതുപോലെയുള്ള ഒട്ടനവധി കൺട്രീസ്, ലൈക്ക് കുറേ കൺട്രീസ് ഉണ്ട്. നമ്മുടെ വീഡിയോ ഷോർട്ട് ആക്കുന്ന കാര്യം കൊണ്ട് ഞാൻ കുറച്ച് കൺട്രീസ് മാത്രം, മെയിൻ ആയിട്ടുള്ള കൺട്രീസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഈ കൺട്രീസൊക്കെ ബാക്കിൽ നിന്ന് കൊടുക്കുന്ന സപ്പോർട്ട് ഇനി അധികമായിട്ട് കൊടുക്കും. കാരണം നമ്മളെ യുക്രൈൻ ജയിക്കാനുള്ള ഒരു നല്ല മനസ്സുകൊണ്ടോ ഒരു നല്ല എഫേർട്ടുള്ള കാര്യം കൊണ്ടോ അല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുക്രൈനും റഷ്യക്കും എത്രത്തോളം വർഷം കാലം ഈ വാർ നീടിക്കുന്നുണ്ടോ അത്രയും കാലത്തോളം അതർ കൺട്രീസ് സേഫായിരിക്കും. കാരണം വെച്ചാൽ ഒരു കൺട്രി വാർ നടക്കുന്ന സമയത്ത് ഇനി ഒരു കൺട്രീനെ ഓപ്പോസിറ്റ് അഗേൻസ്റ്റ് ആയ രണ്ട് കൺട്രി ഈ ഒരു കൺട്രീനെ എതിർക്കുമ്പോൾ അവർക്ക് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കൺട്രിയായിട്ടുള്ള വാർ നടക്കുന്ന കാലത്തോളം മറ്റനേകം കൺട്രീസ് സേഫ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ റഷ്യക്ക് എതിരായിട്ട് ഈ യുക്രൈനെ സപ്പോർട്ട് ചെയ്യാം. ഇനിയും വളരെ എഫേർട്ട് ഇട്ട് ഒട്ടനവധി കൺട്രീസ് സപ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഇപ്പം അമേരിക്ക റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോ ബൈഡനും അതേപോലെ തന്നെ റഷ്യയുടെ പ്രസിഡന്റ് സെലൻസ്കിക്കുള്ള സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യം 2 മാസം. ഇപ്പം തന്നെ November 25 ഒക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് അവർക്ക് ജനുവരി 20 വന്ന നമ്മുടെ ജോ ബൈഡന്റെ റൂളും അധികാരമൊക്കെ പോയിട്ട് നമ്മുടെ ട്രംപിന് വരും. ട്രംപ് വന്ന ഉടനെ ഈ അഗ്രിമെന്റ് ഒക്കെ ക്യാൻസൽ ചെയ്ത് റഷ്യക്ക് സപ്പോർട്ടായിട്ടും നമ്മുടെ യുക്രൈന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും മാറാം. സോ അതുകൊണ്ട് ഇവരെല്ലാം ഈ സമയം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ജോ ബൈഡൻ അവരുടെ മിസൈൽസ്, ബില്യൺസ് ഓഫ് ഡോളേഴ്സ് വാരി കോരി യുക്രൈന് കൊടുക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ഓൾറെഡി നമ്മുടെ റഷ്യ നമ്മുടെ നോർത്ത് കൊറിയയുടെ സപ്പോർട്ടും സിറിയയുടെ ഇറാന്റെ സപ്പോർട്ടോടുകൂടി നമ്മുടെ യുക്രൈൻ്റെ അധിക സ്ഥലങ്ങളും ഒരു പരിധി വരെ നമ്മുടെ റഷ്യ കൈപ്പറ്റി. ഓക്കെ, ഇപ്പം യുക്രൈൻ്റെ പല സ്ഥലങ്ങളും റഷ്യയുടെ കയ്യിലാണുള്ളത്, റഷ്യയുടെ അധികാരത്തിൽ. സോ അവർക്കുള്ള ഈ 2 മാസം കൊണ്ട് അത് തിരിച്ചെടുക്കാൻ പറ്റുന്ന അത്രത്തോളം തിരിച്ചെടുത്താൽ ഓക്കെ, അത് തീർന്നു. അത് 2 ദിവസത്തിനുള്ളിൽ ഈ വാർ ഞാൻ ഡിക്ലെയർ ചെയ്യും. ഞാൻ ഈ വാർ തന്നെ നിർത്തും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പേരും കൊണ്ടുവന്നിരുത്തി. അത് തന്നെ നമ്മുടെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും നമ്മുടെ റഷ്യൻ പ്രസിഡന്റ് പുടിനെ 2 പേരെ ഇരുത്തിയിട്ട് ഞാനൊരു ഒരു പ്രസിഡന്റ് മീറ്റിംഗ് വയ്ക്കും. എന്നിട്ട് അവർക്ക് എന്താണോ വേണ്ടത്, നിനക്ക് എന്താ വേണ്ട ഞാൻ തീർത്ത് കൊടുത്തിട്ട് അതാണ് ഈ ഫൈറ്റ് ഇല്ലെങ്കിൽ ഈ വാർ തന്നെ ഇല്ലാതെയാക്കും. അങ്ങനെ നടന്നാൽ സന്തോഷം, അങ്ങനെ നടക്കാൻ നമ്മൾ പ്രാർത്ഥിക്കാം. ഈ റഷ്യ, യുക്രൈൻ, പാലസ്തീൻ, ഇസ്രായേൽ ഇങ്ങനെ വാർ നടക്കുന്നതുകൊണ്ട് ഇന്ത്യക്ക് എന്താണ് നഷ്ടം, എന്താണ് ലാഭം എന്നുണ്ടെങ്കിൽ, ലാഭം എന്ന് വെച്ചാൽ ഏതൊരു വാറിന് നടന്നാലും ഏതൊരു കൺട്രിക്കും അത് നല്ലതല്ല. സോ എന്താ പറയുക, വെൽത്ത് ബേസ്ഡ് ആണെങ്കിൽ എക്കണോമിക് ബേസ്ഡ് ആണെങ്കിൽ നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ, ലാഭം എന്ന് പറയാൻ ഒന്നുമില്ല. അതേപോലെ തന്നെ ഇന്ത്യ ഇതുവരെ ഇൻക്ലൂഡ് ആയിട്ടില്ല. ഇന്ത്യയിൽ ഒരു വാർ വന്നിട്ടില്ല, മേ ബി പെട്ടെന്ന് തന്നെ വരാം. ഓരോരോ കൺട്രീസും നടന്നുകൊണ്ടിരിക്കും. നമ്മുടെ ഇന്ത്യ മാത്രം നടക്കാണ്ടിരിക്കാൻ വലിയ ദൈവത്തിൻ്റെ കൺട്രി ഒന്നുമല്ല. സോ ഇവിടെയും നടക്കാം. സോ നടക്കാതിരിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യാം, കുറേ കാലത്തേക്ക് നമുക്ക് അങ്ങനെ സെൽഫായിട്ട് മാറി നിൽക്കാൻ പറ്റില്ല. കാരണം ഏതൊരു കൺട്രിയിലേക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. മറ്റേ കൺട്രീസൊക്കെ
പരിശ്രമിക്കും. കാരണം ഒരു കൺട്രീസ് മാത്രം മാറ്റി നിർത്തിയിട്ട് മറ്റെല്ലാ കൺട്രിയും ഫൈറ്റ് ഇടുന്ന ഏതൊരു കൺട്രി ഇഷ്ടപ്പെടില്ല. സോ ഇന്ത്യനെയും ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കും. സോ അതിന് മുന്നേ ഈ വേൾഡ് വാർ റഷ്യ യുക്രൈൻ വാർ നമ്മുടെ ട്രംപ് വന്നിട്ട് ഓഫ് ചെയ്താൽ ഓക്കെ, കൊള്ളാം, നല്ലത്, അങ്ങനെ നടക്കാൻ പ്രാർത്ഥിക്കാം, നടക്കട്ടെ. സോ ഓക്കെ, അതുകൊണ്ട് ഇന്ത്യക്ക് എന്താണ് നഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അധികമായിട്ട് നമ്മൾ ഇന്ത്യക്കാർ യൂസ് ചെയ്യുന്ന വീറ്റിന് ഇവിടെ ഡിമാൻഡ് അധികം ഉണ്ട്, പക്ഷേ എന്താ പറയുക സപ്ലൈ കുറവാണ്. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യുക്രൈൻ റഷ്യ ബോർഡറിലാണ് ഈ വീറ്റ് പ്രൊഡക്ഷൻ അധികമായിട്ട്, അതായത് ഗോതമ്പ് പ്രൊഡക്ഷൻ അധികമായിട്ട് നടക്കണം. സോ നമുക്ക് എന്താ പറയുക, നമുക്ക് പ്രൊഡക്ഷൻ, നമുക്ക് സാധനം ആവശ്യമുണ്ട്, പക്ഷേ സപ്ലൈ കുറവാണ്. അതുകൊണ്ട് അതിൻ്റെ വിലകളൊക്കെ കൂടി തുടങ്ങി. അതേപോലെ തന്നെ പെട്രോൾ, നമ്മൾ ഒരു സ്ഥലത്ത് ലൈക്ക് ജമ്മു കാശ്മീരിൽ നിന്ന് ഒരു ആപ്പിൾ നമ്മുടെ കേരളത്തിലേക്ക് തമിഴ്നാട് ആന്ധ്രയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ പെട്രോൾ ലോറി വഴിയായിരിക്കും കൊണ്ടുവരാം, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് വഴി. പെട്രോൾ ഡീസൽ ഭയങ്കര മസ്റ്റ് ആവശ്യമാണ്. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു കയറ്റുമതി ഇറക്കുമതിയൊക്കെ നമ്മുടെ അവിടെ ഡിസ്ട്രിക്ട് ടു ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്, കൺട്രി ടു കൺട്രിക്ക് മാറും. അങ്ങനെ മാറണമെങ്കിൽ മസ്റ്റ് ആവശ്യമായിട്ടുള്ള ഇവിടെ എന്താ ട്രാൻസ്പോർട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളത് എന്താ, അത് ലൈക്ക് ട്രെയിൻ ആയിക്കോട്ടെ, അത് ബസ് ആയിക്കോട്ടെ, മറ്റനേകം ലോറി ആയിക്കോട്ടെ, എന്ത് വേണേലും ആയിക്കോട്ടെ, അതുവഴി നമുക്ക് ഷിപ്പ് ആയിക്കോട്ടെ, എന്ത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പെട്രോൾ ഡീസൽ എല്ലാം നമുക്ക് ആവശ്യമാണ്. അങ്ങനെയുള്ള മെയിനായിട്ട് ഓയിൽ ഐറ്റംസ് നമുക്ക് ആവശ്യമാണ്. ഇങ്ങനെയുള്ള ഓയിൽ ഐറ്റംസിൻ്റെ ഒക്കെ വില കൂടാൻ ചാൻസ് ഉണ്ട്. ട്രംപ് ജനുവരി 20th പ്രസിഡന്റ് ആയാൽ, അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ, റഷ്യയുടെ അടുത്ത് നമ്മളിപ്പോൾ വാങ്ങിക്കൊടുക്കുന്ന പെട്രോൾ ഡീസൽ അതുപോലെയുള്ള ഓയിൽസ് ഒക്കെ നമ്മുടെ അടുത്ത് വാങ്ങാൻ വിടില്ല. കാരണം പുള്ളിക്കാരൻ ഒരു ബിസിനസ് മൈൻഡുള്ള ആളാണ്. ലൈക്ക് യുക്രൈൻ്റെ സപ്പോർട്ട്, ജോ ബൈഡൻ കൊടുത്ത സപ്പോർട്ടൊക്കെ ക്യാൻസലാക്കി പുള്ളിക്കാരൻ ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ റഷ്യക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ സപ്പോർട്ടിന് വേണ്ടി റഷ്യ എന്തായാലും നമ്മുടെ അമേരിക്കക്ക് സപ്പോർട്ടിന് വേണ്ടി ഇവിടുത്തെ പെട്രോളൊക്കെ നമ്മുടെ ട്രംപിന് കൊടുക്കും, നമ്മളെ വാങ്ങാൻ വിടത്തില്ല. സോ നമുക്കിവിടെ ട്രാൻസ്പോർട്ട് ഫുള്ളായിട്ട് ട്രാൻസ്പോർട്ട് സൈഡ് ഭയങ്കരമായിട്ട് ലോ അടിക്കും. അങ്ങനെ ലോ അടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് പെട്രോളിൻ്റെ വില കൂടും. അതേ സമയത്ത് പെട്രോളിൻ്റെ ചുറ്റും നമ്മൾ അങ്ങനെ വാങ്ങുന്ന കായ്, നമ്മൾ കഴിക്കുന്ന ചെറിയ സ്നാക്സ് പോലും അല്ലെങ്കിൽ ചോക്ലേറ്റ് പോലും ഇമ്പോർട്ട് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യണ എന്ത് സാധനമാണെങ്കിലും അതിൻ്റെയൊക്കെ വില കൂടും. സോ നമ്മുടെ എന്ത് ചെയ്യാം, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനത്തിനും വില കൂടും. സോ ഇതുകൊണ്ട് നമുക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ. സോ ഇതുപോലുള്ള ലേറ്റസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റേ ട്യൂൺ വിത്ത് മാൽറ്റൻ ബോയ്. പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ കടന്നു വരുന്നവരെ ലെറ്റ്സ് ടാറ്റാ ബൈ, സീ യു.